ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2 കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ആയിട്ടാണ് കേട്ടോ. അതിൽ ആദ്യത്തെ കേക്ക് കാരമൽ കേക്കാണ്. 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ അതിന് സ്പഞ്ച് നമ്മൾ ചെയ്തിട്ടുള്ളത് നോർമൽ വാനില സ്പഞ്ചാണ്. എന്നിട്ട് നമ്മൾ ക്രീമിൽ കാരമൽ സോസ് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് കാരമൽ സോസ് തന്നെയാണ്. ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള കാരമൽ സോസാണ് കേട്ടോ. അപ്പോൾ ഈ കാരമൽ കേക്ക് ചെയ്യുമ്പോഴേ നമ്മൾ നോർമൽ ഷുഗർ സിറപ്പിൽ കൊടുക്കുന്ന അത്രയും മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ഷുഗറിൻ്റെ തന്നെയാണല്ലോ, അതായത് കാരമൽ സോസ് തന്നെയാണല്ലോ. അപ്പോൾ മധുരം ഒന്ന് മുന്നേക്ക് നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 ലെയറും കൊടുത്ത് ഫില്ലിംഗ് എല്ലാം കൊടുത്തിട്ട് കേക്ക് ക്രം കോട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫൈനൽ കോട്ട് കൊടുക്കുന്നത് നമ്മൾ കാരമൽ സോസ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ 6 ആയിട്ടുള്ള സ്ക്രേപ്പർ കൊണ്ട് സൈഡിൽ ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ഈ കേക്കിൽ. പിന്നെ കേക്ക് കുറേ നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ടോപ്പിൽ കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. കസ്റ്റമർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു ഡിസൈനായിരുന്നു കേട്ടോ നമ്മൾ ഈ കേക്കിൽ ചെയ്യുന്നത്. അപ്പോൾ കാരമൽ സോസ് കൊടുത്തതിന് ശേഷം വേഗം അത് ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നുണ്ട്. കുറച്ച് നേരം ഫ്രിഡ്ജിലിരുന്നൊന്ന് സെറ്റായതിന് ശേഷമാണ് നമ്മളിതിൽ അടുത്ത ഡിസൈനും കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം ഇതിൻ്റെ അടിയിൽ ചെറിയൊരു പൈപ്പിങ്ങാണ് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ബേസിൽ ഒലിച്ച് വന്നിറങ്ങിയിരുന്നതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് അങ്ങനെ പൈപ്പിങ് കൊടുക്കുന്നത്. എന്നിട്ട് 2 റോസ് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ചെറിയൊരു ഡിസൈനായിരുന്നു കസ്റ്റമർ തന്നൊരു മോഡലുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഈ ഒരു ഡിസൈൻ വന്നപ്പോൾ കേക്ക് കാണാൻ കുറച്ചും കൂടി ലുക്കായ പോലെ എനിക്ക് തോന്നിട്ടോ. അപ്പോൾ ഇതാണ് ഈ കേക്കിൻ്റെ വിശേഷങ്ങൾ. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു 1.5 kg വെയിറ്റ് വരുന്ന ഡോൾ കേക്കായിരുന്നു. അപ്പോൾ 1 kg വരുന്ന ഡോൾ കേക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 1.5 ആയതുകൊണ്ട് നമ്മൾ 7 ഇഞ്ചിൻ്റെയിൽ 2 ലെയറും പിന്നെ 6 ഇഞ്ചിൻ്റെ പാനിൽ 2 ലെയറും അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ ബാർബി മോൾഡിൽ 3 ലെയറായിട്ടാണ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ ചെയ്തിട്ടുള്ളത് സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന് ഞാൻ എപ്പോഴും ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാറുള്ളത് മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്കോ ചിപ്സും ഡാർക്ക് ചോക്കോ ചിപ്സും പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ചിപ്സും കൂടിയിട്ടാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മൾ ഫ്രോസ്റ്റിങ്ങിന് കൊടുക്കുന്ന ക്രീമിൽ ബൂസ്റ്റ് മിക്സ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് എടുക്കുന്നതിൽ ബൂസ്റ്റും മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പാണ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെ 7 ഇഞ്ചിൻ്റെ പിന്നെ 6 ഇഞ്ചിൻ്റെ പിന്നെ ബാർബി മോഡലുള്ള ലെയർ അങ്ങനെയാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നത്. എല്ലാം കമിഴ്ത്തി വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് ബാർബിയുടെ ആ ശരിക്കുള്ള ഷേപ്പ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാത്തിനും ഫില്ലിങ്ങും ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഡോൾ കേക്കുകൾക്ക് നമുക്ക് എക്സ്ട്രാ 300 ആണ് റേറ്റ് വന്നത്. പിന്നെ ഫോണ്ടൻറ്റിൻ്റെ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റേറ്റും കൂടെ ആഡ് ചെയ്തിട്ട് വാങ്ങാനായിട്ട് പറ്റും. പിന്നെ കേക്കെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ നടുക്കൊരു ഡബിൾ കൊടുക്കുന്നുണ്ട്. അത് കേക്ക് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഇരുന്നൊന്ന് സെറ്റായിട്ടാണ് കേട്ടോ നമ്മൾ ഫൈനലായിട്ടുള്ള റോസറ്റ് ഡിസൈൻ കൊടുക്കുന്ന ഒരു ബ്ലൂ കളറിലുള്ള തീമിലായിരുന്നു കേക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കസ്റ്റമർ ചൂസ് ചെയ്തിരുന്നത്. ഓരോ ലെയറും കേക്കിലേക്ക് ആഡ് ചെയ്യും തോറും നമ്മളിത് നല്ലപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ഷേപ്പിലേക്ക് വരാനായിട്ട്. ബാർബി മോൾഡിലുള്ള ലെയർ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് കേക്ക് നല്ലപോലെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫില്ലിംഗ് വൈസ് നോക്കുമ്പോൾ ഒരുപാട് റിച്ച് ആയിട്ടുള്ളൊരു കേക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം വൈറ്റ് ചിപ്സ് ഡാർക്ക് ചിപ്സ് പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ചിപ്സ് മിൽക്ക് മെയ്ഡ് ബൂസ്റ്റ് ഇതെല്ലാം കൂടെ ഫില്ലിംഗ് വരുമ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഈ ഓർഡർ നമുക്ക് കസ്റ്റമർ കൺഫേം ചെയ്യുന്നത് കേക്ക് ഡെലിവറിയുടെ തലേ ദിവസം ഈവനിങ്ങിലായിരുന്നു. അത് കാരണം കൊണ്ട് കുറച്ച് റഷായിരുന്നു, വേറെ ഓർഡേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.